ഒരു എക്സ്പ്ലനേഷന് വേണ്ടി എത്തിയിരിക്കുകയാണ് സയോന്റെ അച്ഛനും. സോ മാധ്യമങ്ങൾക്ക് മുമ്പിലായിട്ട് അച്ഛനും ഇങ്ങനെയാണ് പറയുന്നത്. എന്റെ അച്ഛനും മകനും കൂടി ചേർന്നിട്ട് ഒരു ദിവസം മീൻ പിടിക്കുവാനായിട്ട് പോയതായിരുന്നു. പക്ഷെ പിന്നീട് എന്റെ മകൻ ഒരിക്കലും തിരിച്ചെത്തിയില്ല. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവന്റെ ബോഡി ഞങ്ങൾക്ക് കണ്ടു കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങളും അവൻ മരിച്ചിട്ടില്ല, എവിടെയോ ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന ഒരു വിശ്വാസത്തിലേക്കാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കൽ പോലും ഡെത്ത് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ സ്വന്തമായിട്ട് ഒരു പേര് പോലും ഇല്ലാതെ അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു കുട്ടി താമസിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്കും എന്റെ മകന്റെ അതേ പ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നിമിത്തമായിരിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാനായിരുന്നു ആ ഒരു കുട്ടീനെയൊക്കെ എന്റെ മകനെ പോലെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന സയോൺ എന്നൊക്കെ അച്ഛനും പറയുന്നു. സയോൺ അച്ഛനും അമ്മയും ഒന്നും തന്നെ ഇല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകൻ സയോണിന്റെ അടുത്ത് പ്രതികാരമൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ജാങ് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ മകൻ സയോൺ ഉപദ്രവിക്കാനായിട്ട് ഒന്നും തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം തന്നെ വേറെ റൂമേഴ്സ് മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ നിൽക്കുമ്പോഴത്തേക്കും ഹീജോനെ തട്ടിക്കൊണ്ടു പോയ സമയത്ത് നിങ്ങളുടെ മകൻ സയോണുമായിട്ട് സംസാരിച്ചതിന്റെ ഡാഷ് ക്യാം ഫുട്ടേജസ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതും കള്ളമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനേറെ പറയുന്നു, ഓർഫൻ മിസ്സിംഗ് കേസുമായിട്ട് പോലും നിങ്ങളുടെ മകന് ബന്ധമുണ്ടെന്ന് ഒരു കൂട്ടുപ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും അത് കേൾക്കണമെന്ന് ചോദിച്ചുകൊണ്ട് ജാങ്ങും ഒരു വോയിസ് ഒക്കെ പ്ലേ ചെയ്യുന്നു. ഇത് ജാങ് പാർക്കിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അതിൽ നിന്നും പാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നത് പ്രസിഡന്റിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു. സയോണെ കൊല്ലുവാനായിട്ടുള്ള ഒരു ദേഷ്യമൊക്കെ അവന്റെ ഉള്ളിലുണ്ടെന്ന് അവനെ ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പെർമിഷൻ ഒന്നും തന്നെ ഇല്ലാതെ സയോന്റെ ഓഫീസിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്ന അവനെ അന്ന് സെക്യൂരിറ്റീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് പുറത്താക്കുകയായിരുന്നു. പിന്നീട് 2-3 ദിവസം ഞാൻ അവനെ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും ബംഗ്ലാവിന്റെ അടുത്തേക്കൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മിസ്സിംഗ് കേസിലെ കുട്ടികളെ കാണാതായ ഒരു സ്പോട്ട് ആയിരുന്നു അത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ അവൻ പോകണമെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഒരു വ്യക്തിമായിരിക്കുമെന്നൊക്കെ ഞാനും വിചാരിച്ചു. അന്നെടുത്ത ഒരു ഫോട്ടോ ഒക്കെ ഞാൻ അവനെ അയച്ചു കൊടുത്തതിന് ശേഷം എന്തുകൊണ്ടാണ് സയോന്റെ അടുത്ത് നീ പ്രതികാരമൊക്കെ ചെയ്യുവാനായിട്ട് നടക്കുന്നതെന്ന് അവനോട് ഞാൻ ചോദിച്ചു. അന്ന് അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അവനൊരു ഫിഷിംഗ് സ്പോട്ടിലൊക്കെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ചെയർമാന്റെ പേരക്കുട്ടിയായിട്ടുള്ള സയോൺ കൊന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ബോഡീസ് ഒക്കെ ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു ചെയർമാൻ കൊണ്ടുവന്നതും. ഒരു ദിവസം ഞാൻ ആ കൊച്ചുമകന്റെ മുഖമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ മുഖമൊക്കെ കണ്ട് അന്ന് എന്നെ ചെയർമാൻ കൊല്ലുവാനായിട്ട് നോക്കി. അന്ന് അയാൾ എന്നെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സയോണിന്റെ ഫാമിലിയുടെ അടുത്ത് പ്രതികാരം ചെയ്യുവാനായിട്ട് സയോണെ ഇല്ലാതാക്കുക എന്നതാണ് എന്റെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗമെന്നായിരുന്നു അന്ന് അവൻ പറഞ്ഞതും. പക്ഷെ അതെല്ലാം തന്നെ ഒരു കള്ളമായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ അവിടെ പ്ലേ ആകുന്നു. ജാങ് ആണല്ലോ ഇപ്പോൾ ഈ ഒരു സത്യങ്ങളെല്ലാം തന്നെ മീഡിയാസിന്റെ അടുത്ത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സയോന്റെ അച്ഛന്റെ ആൾക്കാർ ബലമായിട്ടൊക്കെ ജാങ്ങിന്റെ കയ്യിൽ നിന്നും ഫോണൊക്കെ തട്ടിപ്പറിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു സമയത്താണ് പോലീസും അവിടേക്ക് എത്തുന്നത്. പോലീസ് നേരെ വന്നിട്ട് സയോന്റെ അമ്മേനെ ഒരു കൊലക്കേസ് പ്രതി എന്ന രീതിക്കൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇനി ഹീജന്റെ അമ്മേനെ കാണിക്കുമ്പോഴത്തേക്കും അമ്മ ആകെ വിഷമത്തിലാണ് ഉള്ളത്. ഹീജൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അമ്മ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് നല്ലൊരു ലൈഫൊക്കെ കിട്ടണമെന്ന് മാത്രമായിരുന്നു അമ്മ ആഗ്രഹിച്ചത്. അമ്മയ്ക്ക് കിട്ടാത്ത നല്ലൊരു ലൈഫൊക്കെ ആയിരിക്കും അവൾക്ക് കിട്ടുക എന്ന് അമ്മയും കരുതി. അതിനുവേണ്ടി ആയിരുന്നു അമ്മയും അവളെ പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. അങ്ങനൊരു വിവാഹമൊക്കെ നടക്കുകയാണെങ്കിൽ അവൾക്ക് ആവശ്യത്തിനുള്ള പണവും ഒരുപാട് ഡ്രസ്സും ഒക്കെ കിട്ടുമെന്ന് അമ്മ കരുതി. പക്ഷേ ഒരിക്കൽ പോലും അമ്മയ്ക്ക് അവളുടെ അടുത്ത് നിന്നും പുഞ്ചിരിച്ചൊരു മുഖം കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ ആകെ കരയുകയാണ്. ഇനിയും ഇതെല്ലാം തന്നെ കേൾക്കുന്നു. ഇനിയും നേരെ അച്ഛന്റെ അടുത്ത് ചെന്നതിന് ശേഷം അച്ഛൻ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്നത്? 20 വർഷം മുമ്പ് സയോണ്ട ഫാമിലിയും നമ്മുടെ ഫാമിലിയും തമ്മിലുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു ലോകം മൊത്തം അറിയണം, എങ്കിലേ എല്ലാം തന്നെ ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ് അച്ഛനും. അപ്പോഴേക്കും അമ്മ അവരുടെ അടുത്തേക്ക് ഓടി വന്നതിന് ശേഷം ഒരു ആർട്ടിക്കിളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. സയോന്റെ അമ്മേനെ കൊലപാതക കേസിലേക്ക് അറസ്റ്റ് ചെയ്തു എന്ന ആർട്ടിക്കിൾ ആയിരുന്നു അത്. എന്താ ഇവരെ പറയുന്നത്? അവരെ കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീജു അവരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടോ എന്നൊക്കെ അമ്മയും സംശയിച്ച് ആകെ വിഷമിച്ചൊക്കെ നിൽക്കുന്നു. ഇനി സയോന്റെ അമ്മനെ കാണിക്കുകയാണ്. അമ്മയും ഒട്ടും തന്നെ പേടിയൊന്നും ഇല്ലാതെയാണ് പോലീസ് സ്റ്റേഷനിലുള്ളത്. വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ അമ്മ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഹീജുന്റെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഞാൻ കൊലപാതകം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് പോലീസിന്റെ അടുത്ത് അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുന്റെ കൊലപാതകത്തിന്റെ പേരിലായിരുന്നില്ല നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പോലീസും അറിയിക്കുന്നു. മാത്രമല്ല പോലീസും ഒരു വീഡിയോ ഒക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരാളെ തലയണ വെച്ചൊക്കെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു അത്.
എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരുന്ന ഒരു മോതിരമൊക്കെ ചെറുമാനും സയോണെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സയോണും അതിലൊരു ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചതിന് ശേഷം തിരിച്ച് ചെയർമാന്റെ കയ്യിൽ തന്നെ മോതിരം ഇട്ടും കൊടുത്തു. അതുകൊണ്ട് തന്നെ ചെയർമാൻ മരിച്ച ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡുമായിട്ടുണ്ടായിരുന്നു. ചെയർമാൻ മരിച്ച ദിവസം സയോന്റെ അമ്മയും ചെയർമാനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിന്റെ അടുത്ത് ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ചെയർമാൻ പറയുമ്പോഴത്തേക്കും, നിങ്ങൾ രണ്ട് കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന്, എന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ കൊന്നു. രണ്ടാമതായിട്ട് എന്റെ മകന് പകരമായിട്ട് നിങ്ങളുടെ മകനെ എന്റെ കയ്യിൽ തന്നതിന് ശേഷം അവനെ നോക്കുവാനായിട്ട് ഏൽപ്പിച്ചു. പക്ഷെ ആ ഒരു മകൻ വളരുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ അവന്റെ അടുത്ത് ഒരുപാട് അഭിമാനത്തോടു കൂടി തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എന്റെ മകനെ നോക്കുന്നതിനേക്കാളും നന്നായിട്ടാണ് നിങ്ങൾ അവനെ നോക്കിയത്. അപ്പോൾ തന്നെ നിങ്ങളുടെ മകനായിരിക്കും അതേന്ന സംശയമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ ശരിക്കുമുള്ള മകൻ കാരണം നിങ്ങൾ എത്രത്തോളം വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ മാറ്റുവാനായിട്ടാണ് ഞാനും എന്റെ മകനെ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ചെയർമാനും അമ്മയോട് പറയുന്നു. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ പോലും ചെയർമാൻ ഒട്ടും തന്നെ കുറ്റബോധമില്ലാതെയും അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് ക്ഷമ ചോദിക്കാതെയും ഇരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചെയർമാനായിട്ട് ക്ഷമ ചോദിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും ചെയർമാനെ കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഒക്കെ എനിക്ക് നേരത്തെ തന്നെ കിട്ടിയതായിരുന്നെങ്കിൽ പോലും ഏതെങ്കിലും ഒരു അവസരം എനിക്ക് വരുമെന്ന് അന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാളും ഈ ഒരു വീഡിയോ ഞാൻ റിവീൽ ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നതെന്ന് സയോണും അമ്മയോട് പറയുന്നു. ഈ ഒരു വീഡിയോ കൊണ്ട് അമ്മയുടെ ജീവിതം തകർക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ വീഡിയോ ഇതുവരെയായിട്ട് പുറത്തുവിടാതിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുകയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഹീജു എവിടെയാണെന്നൊക്കെ അമ്മയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നു. പോലീസിന്റെ കയ്യിൽ അമ്മയുടെ ഫോണും മറ്റു സാധനങ്ങളും ഒക്കെ ഉണ്ട്. പോലീസും ഉറപ്പായിട്ടും സത്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തുന്നതായിരിക്കുമെന്ന് സയോണും അമ്മയോട് പറയുന്നു. എന്നിട്ട് പോലും അമ്മ ഒന്നും തന്നെ പറയുവാനായിട്ട് തയ്യാറായിരുന്നില്ല. നിനക്ക് ശരിക്കും അവളുടെ ബോഡി അല്ലല്ലോ വേണ്ടത്, മറിച്ച് അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയുകയല്ലേ. അഥവാ ഞാൻ ഹീജോനെ തട്ടിക്കൊണ്ട് പോയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ എന്തിനാണ് ജീവനോടൊക്കെ വെക്കുന്നത്? എനിക്ക് അവളെ അങ്ങ് കൊന്നാൽ പോരെ. ഞാനും ഹീജുനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവളെ ജീവനോടെ വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അമ്മയും സയോന്റെ അടുത്ത് ചോദിക്കുന്നു. സോ അന്ന് നടന്ന കാര്യങ്ങൾ കൂടി കാണിക്കുകയാണ്. അവളും വണ്ടിയൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു വണ്ടി വെള്ളത്തിലേക്ക് വീണിട്ടുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം വണ്ടിയിൽ ബോധം കെട്ട് കിടന്നിട്ടുണ്ടായിരുന്ന റിയൽ ആയിട്ടുള്ള സയോനെ അസിസ്റ്റന്റിന്റെ വണ്ടിയിലൊക്കെ ആക്കുന്നുണ്ട്. പിന്നീട് അമ്മനെ വിളിച്ചിട്ട് ഹീജുന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി അസിസ്റ്റന്റ് ചോദിക്കുന്നു. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹീജുനെ അമ്മ കൊല്ലുകയില്ല, മറിച്ച് ജീവനോടെ വെക്കുകയേ ചെയ്യുകയുള്ളൂ. സ്നേഹിക്കുന്ന ഒരു വ്യക്തി ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയോ എന്നറിയാതെ ആ ഒരു വേദനയിലേക്ക് ആയിരുന്നല്ലോ അമ്മയും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ബോഡി കണ്ടുകിട്ടുന്ന സമയത്തും അത് തന്റെ മകനായിരിക്കുമെന്ന് സംശയിച്ചല്ലേ അമ്മ ഓരോ തവണയും ബോഡിയൊക്കെ കാണുവാനായിട്ട് പോയതും. സോ അതേ ഫീലൊക്കെ എനിക്ക് വരുവാനായിട്ട് അമ്മ മനഃപൂർവ്വമായിട്ട് തന്നെ ഹീജോനെ ജീവനോട് വെക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അമ്മ ഇത്രയും കാലം വെറുത്തിട്ടുണ്ടായിരുന്ന ചെയർമാന്റെ മകനല്ലേ ഞാൻ. അങ്ങനെയിരിക്കെ ജീവിതകാലം മുഴുവൻ ഞാൻ വിഷമിച്ച് കാണണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവുമെന്ന് സയോണും പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.